പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണയ്ക്കുമെന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചും 70.12% പോളിംഗ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ 1-2% അവസാന നിമിഷങ്ങളിൽ നടന്ന അവസാന മിനിറ്റുകളിൽ നടന്ന വോട്ടെടുപ്പിന്റെ സാഹചര്യത്തിൽ കൂടും എന്ന് വന്നാൽ പോലും 2021 പോളിംഗ് ശതമാനത്തിനടുത്ത് എത്തില്ല എന്നതാണ് കരുതുന്നത്. ഇത്രയധികം വീറും വാശിയുമേറിയ പോരാട്ടം നടന്ന സാഹചര്യത്തിൽ ഓരോ വോട്ടും നിർണായകമായ പാലക്കാട് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ആരെ തുണയ്ക്കുമെന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, നഗര കേന്ദ്രീകൃതമാണ് പാലക്കാട് മണ്ഡലം, അവിടെയാണ് പകുതിയിലധികം വോട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ആര് വോട്ട് കൂടുതൽ നേടുന്നു അവർക്കൊരു എഡ്ജ് എപ്പോഴും ഉള്ളതാണ്. അത് BJPക്ക് അനുകൂലമായിരുന്നു കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെ 2% അധികം പോളിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കണ്ണാടിയിലും മാത്തൂരിലും 2% കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന സാഹചര്യവും വരുന്നു. ഈ പോളിംഗ് ശതമാനം ആർക്കായിരിക്കും അനുകൂലമായി വരുന്നത്? BJPയെ സംബന്ധിച്ച് അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് K സുരേന്ദ്രൻ പോളിംഗ് അവസാനിച്ചതിന് ശേഷം പറയുന്നത് ഒരാത്മവിശ്വാസമാണോ? രേണുക, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുക. സജിത്ത്, പോളിംഗ് ശതമാനം മുൻ 2021 കുറയും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 75% മുകളിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാക്കുന്നു. നഗര കേന്ദ്രീകൃതമാണ്, പകുതിയിലധികം വോട്ടും നഗരത്തിലാണ് ഉള്ളത് പാലക്കാടിനെ സംബന്ധിച്ച്. അവിടെ 2% വോട്ട് പോളിംഗ് കൂടുതൽ നടക്കുന്നു എന്നത് ആർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും? രേണുക, അതിനപ്പുറം മറ്റു ചില വിഷയങ്ങളിലേക്ക് വരുമ്പോൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗിന് ശേഷം 3 മുന്നണി നേതൃത്വങ്ങളും എടുത്ത രാഷ്ട്രീയ നിലപാട് എന്തെങ്കിലും പുതിയ രാഷ്ട്രീയത്തിന്റെ സൂചനയാണോ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. CPM ജില്ലാ സെക്രട്ടറി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചില മേഖലകൾ, പ്രത്യേകിച്ച് യാക്കര പോലെയുള്ള നഗരമേഖലകളിൽ, ഒപ്പം പിരായിരി അടക്കമുള്ള പഞ്ചായത്തിലെ ചില മേഖലകളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്തിൽ പോലും ഇരുന്നിട്ടില്ല എന്ന ആക്ഷേപം CPM ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആക്ഷേപം ഉന്നയിച്ചത് CPM ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ CPM പറയാൻ ശ്രമിക്കുന്ന മറ്റെന്തെങ്കിലും സൂചനകളാണോ എന്നത് നാളത്തെ ഒരു പകൽ ദിനം ചർച്ചയിൽ നിറയാൻ പോകുന്ന കാര്യമാണ്. കാരണം 3 മുന്നണി നേതൃത്വങ്ങളും ഒരുപോലെ പാലക്കാട് അവകാശവാദം ഉന്നയിക്കുന്നു എന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സാഹചര്യത്തിൽ, അതായത് K സുരേന്ദ്രൻ വോട്ടെടുപ്പ് പൂർത്തിയാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇട്ട ഒരു പോസ്റ്റ് അത് കൃത്യമായ ചില രാഷ്ട്രീയ സൂചനകൾ നൽകുന്നുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് വോട്ടെടുപ്പിന് ശേഷം ഇടുമ്പോൾ അതിന്റെ സൂചകം എന്ത് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ 2ാം സ്ഥാനത്ത് CPM എത്തുമെന്ന് സുരേന്ദ്രൻ പറയുന്നു. അങ്ങനെയെങ്കിൽ അത് വോട്ട് കച്ചവടമാണ് എന്ന ആക്ഷേപം കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. ഈ K സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ കമന്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം BJP CPM വോട്ട് കച്ചവടം നടന്നു കഴിഞ്ഞോ എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് വിട്ടുനിന്നു എന്ന ആക്ഷേപം CPM ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റ് ചില ധാരണകൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നോ എന്നത് CPM ഉന്നയിക്കുന്ന ആരോപണമാണോ? നാളെ ഒരുപക്ഷെ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് ശേഷം ഇത് സംബന്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം കൃത്യമായ രാഷ്ട്രീയ ആക്ഷേപമായി തന്നെ ഉന്നയിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പുകാരുടെ എല്ലാ കാലത്തും ഉയർന്നു വരാറുള്ള വോട്ട് കച്ചവട ആക്ഷേപം ഈ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെട്ടേക്കാം. നാളത്തെ ഒരു പകൽ ദിനം അതിന്റെ സൂചകമായി മാറിയേക്കാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇത് ചർച്ചയിലേക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ആ തരത്തിൽ പ്രകടമാവുകയും ചെയ്യും. എത്ര കണ്ട് പാലക്കാടെ പോളിംഗ് എത്തും എന്നത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ വയ്യ. എന്തായാലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഒരു കാര്യം വ്യക്തമാണ്, 75% പോളിംഗ് എത്തില്ല. അതായത് കഴിഞ്ഞ തവണത്തെ പോളിംഗ് എത്തില്ല. അങ്ങനെയെങ്കിൽ ഈ മുന്നണി നേതൃത്വങ്ങൾ നടത്തിയ ഒരു പ്രചണ്ഡ പ്രചരണത്തിന്റെ പ്രതിഫലനം വോട്ടർമാരിലേക്ക് എത്തിയിട്ടില്ല എന്ന ഒരു കാര്യം വരേണ്ടി വരും. അവിടെ ഉപതെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ജനങ്ങൾ അതിനെ പിന്നോട്ട് നിൽക്കും എന്ന രാഷ്ട്രീയ ന്യായങ്ങളൊക്കെ പറയാം. പക്ഷേ ഇത്രയധികം പ്രചരണം നടത്തിയിട്ടും എന്തുകൊണ്ട് പോളിംഗ് ശതമാനം ഉയർന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും രാഷ്ട്രീയ വിവാദമാവാറുണ്ട്. ത്രികോണ പോരാട്ടത്തിൽ വോട്ട് കച്ചവട ആക്ഷേപം ഉയരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെയും അവസാനം തന്നെ അതിന്റെ സൂചനകൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ
ഡീൽ എന്ന വാക്ക് എം.പി. രാജേഷ് ആദ്യമേ ഉയർത്തുന്നു. പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായി വരും എന്ന ഘട്ടത്തിൽ തന്നെ ഈ ഡീൽ ആരോപണം ഉയർന്നതാണ്. തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപനം വരുമ്പോൾ ഡീൽ ആരോപണം കൂടുതൽ ശക്തമായിരുന്നു. അതിനുശേഷം അവിടെ ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു വന്നു, ഒരുപാട് വിവാദങ്ങൾ ചർച്ചയായി. പക്ഷേ പോളിംഗിലേക്ക് എത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ വീണ്ടും വോട്ട് കച്ചവടവും വോട്ട് മറിക്കലും ഡീലും ചർച്ചയാക്കിയിരുന്നു. അതിനുശേഷമാണ് സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ വോട്ടിങ്ങിന് തൊട്ടു പിന്നാലെ വരുന്ന ഈ ആരോപണങ്ങൾ നോക്കൂ. പക്ഷേ ഏതെങ്കിലും മുന്നണികൾക്ക് കഴിഞ്ഞ തവണ CPM നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞു ചില വോട്ട് മറിക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷേ ഇത്തവണ അത് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയിൽ പോളിംഗ് കൂടുന്നുണ്ട്, അതേസമയം കണ്ണാടിയിലും മാത്തൂരിലും പോളിംഗ് കുറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും മുന്നണികൾക്ക് പരസ്പരം വോട്ട് കൈമാറിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ നേരിടുക എന്നത് സാധ്യമാകുന്ന സാഹചര്യമാണോ? ആത്മഹത്യാപരമാകില്ലേ? പാലക്കാട് തെരഞ്ഞെടുപ്പ് എപ്പോഴും അത്തരം വിവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വന്നതുപോലും അത്തരം വോട്ട് കച്ചവടത്തിന്റെ ഭാഗമാണ് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. ഈ വോട്ട് ചോർച്ച ഉണ്ടാവുന്നത് കോൺഗ്രസിലാണോ CPM-ലാണോ എന്നതാണ്. പലപ്പോഴും BJP ഉന്നയിക്കുന്ന ആക്ഷേപം ഈ ഷാഫി പറമ്പിലൂടെ വിജയിച്ചു കയറുന്നത് BJPയുടെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം CPM വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്നത് കൊണ്ടാണ് എന്നതാണ് ഉണ്ടാവുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിലുള്ള അനുഭവം 2021 ഇ ശ്രീധരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പാണ്. ഇ ശ്രീധരൻ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന സൂചനകൾ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ വോട്ടെടുപ്പ് ദിവസം അന്ന് CPM വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചു ചെയ്തു. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത് എന്ന ആക്ഷേപം BJP ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ CPM-ഉം കോൺഗ്രസും ഉള്ളതുകൊണ്ട് തന്നെ ആ വോട്ട് കച്ചവട സാധ്യത എത്ര കണ്ടുണ്ട്, ആ യുക്തിക്ക് എത്ര കണ്ട് പ്രസക്തിയുണ്ട് എന്നത് സംശയകരമാണ്. അങ്ങനെയെങ്കിൽ ഈ BJPയെ തകർക്കാനോ അല്ലെങ്കിൽ BJPക്ക് വിജയിക്കാനുള്ള വഴിയൊരുക്കലോ സംഭവിച്ചോ? ഈ രണ്ട് സാധ്യതകളിലേക്കാണ് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വോട്ടെടുപ്പ് പൂർത്തിയായ മുറയ്ക്ക് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം അത് എന്ത് തന്നെയായാലും തുടർ ചർച്ചകൾക്ക് ഇടവയ്ക്കും. അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ നീളുന്ന ഒരു ദിശാസൂചികയായി തന്നെ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റു ചില പശ്ചാത്തലം കൂടി ഉള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടത്. പാലക്കാടിന്റെ പ്രചരണ രംഗത്ത് തുടക്കമിട്ട ചില സൂചനകൾ. ഒന്ന്, സന്ദീപ് വാര്യരുടെ കടന്നുവരവ്. അതായത് ഒരു ചേരിയിൽ നിന്നും ഒരു നേതാവിനെ മറുചേരിയിലേക്ക് മാറ്റുക. അത് സരിനിൽ നിന്ന് തന്നെ ആരംഭിച്ചു. അതായത് സരിൻ, ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും സരിൻ ഇടതുചേരിയിൽ ഉണ്ടാകുമോ, അദ്ദേഹത്തിന്റെ തുടർഭാവി എന്താണ്, അത് നൽകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏതു തരത്തിലായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുക? സന്ദീപ് വാര്യരുടെ കടന്നുവരവ് കോൺഗ്രസ് ചേരിയിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും, അതിന്റെ തുടർ നീക്കങ്ങൾ എന്താവും? ഏറ്റവും ഒടുവിൽ ഈ മുസ്ലിം ലീഗ് നേതാക്കളെ കടന്നാക്രമിക്കുന്ന CPM-ന്റെ ശൈലി CPM ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന ഒരു ശൈലിയുടെ തുടക്കമാണോ? അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ലക്ഷ്യമിടുന്നത്, പാലക്കാടിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാനാവുന്ന രാഷ്ട്രീയത്തിന്റെ തുടക്കം ഇവിടെ നേതൃത്വങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് CPM ഇട്ടിട്ടുണ്ട്, കോൺഗ്രസ് ഇട്ടിട്ടുണ്ട്, BJP ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രതിഫലമായി കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ്. അപ്പോൾ പാലക്കാട് ആര് വിജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും അത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു കൃത്യമായ ഇനി അങ്ങോട്ടുള്ള പോക്കിന്റെ സൂചകമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ശരി, തുടരുക സജിത്ത്.